ഹലോ, ഫുഡ് ഡേറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തന്തൂറാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയിൽ നമുക്ക് പാനിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. വളരെ പെട്ടെന്ന് നമുക്ക് റെസിപ്പി നോക്കി വരാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കാം ക്രീം. അതിനുശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പപ്പായ പേസ്റ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ റെഡ് ചില്ലി പൗഡറും പിന്നെ ഗരം മസാലയും പിന്നെ കൊറിയാണ്ടർ പൗഡറും മല്ലിപ്പൊടിയും അതിന്റെ കൂടെ ഫെനൽ സീഡ്സും അതായത് പെരുംജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും 1 ടീസ്പൂണും പിന്നെ കുറച്ച് ബട്ടറും ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചൂടെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉപ്പും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളതിലേക്ക് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ചിക്കൻ 9 പീസസ് ആയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആ പീസസ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ പപ്പായ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പപ്പായ പേസ്റ്റ് നമ്മുടെ ചിക്കനെ ടെൻഡർ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പച്ച പപ്പായയുടെ പേസ്റ്റ് ആണ് നമ്മളടുത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു 1 to 2 hours മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമ്മൾ പാനിലേക്ക് വെച്ചതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 2 minutes നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ ചിക്കൻ വെച്ചിട്ട് 2 സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചിക്കന്റെ മോയ്സ്ചർ ചിക്കനിൽ തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അതിനുശേഷം അടപ്പ് വെച്ചിട്ട് ഇതിന് ശേഷം ബാക്കി കുക്കിംഗ് ചെയ്യേണ്ടത്. നമുക്ക് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ, സ്ലോ ഫ്ലെയിമില്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതിനുശേഷം നമ്മൾ കുക്കായി നല്ല മുരിഞ്ഞ പീസുകൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇത്ര എളുപ്പമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പുറത്ത് കടയിലൊന്നും പോയി മേടിച്ച് കഴിക്കണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളും തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയേക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടെൻഡർ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ബിഗിനിങ്ങില് നമ്മൾ ക്രീമിന് പകരം പുളി കുറഞ്ഞ തൈരുണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.